ഹലോ, അപ്പോൾ ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഫിഷ് നിർവാണ. അതിന് ഞാൻ ഈ മീൻ കണ്ടെന്നൊക്കെ മനസ്സിലാവും, എനിക്ക് ഈ പേരൊന്നും അറിയില്ല. ഓക്കെ, അത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ മഞ്ഞളും മുളകും ഉപ്പും ഇട്ടിട്ട് നന്നായിട്ട് മീനിൽ തേച്ചിട്ട് ഫ്രീസറിലേക്ക് വയ്ക്കുക, അല്ലെങ്കിൽ ഫ്രിഡ്ജിലേക്ക് വയ്ക്കുക. അത് കഴിഞ്ഞിട്ട് എടുത്തിട്ട് നല്ല വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് നന്നായിട്ട് പൊരിച്ചെടുക്കുക. ഒരുപാട് പൊരിയൊന്നും വേണ്ട, എന്നാലും വെന്തെടുക്കുക. കാരണം ഇത് നമുക്ക് മുരിഞ്ഞിട്ട് കിട്ടേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പം മീനൊക്കെ പൊരിഞ്ഞിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനിയാണ് അടുത്ത സ്റ്റെപ്പ്. ചട്ടി വെച്ചു, അതിലേക്ക് കറിവേപ്പില, വെളിച്ചെണ്ണ, മീൻ ഇട്ടു, ഇഞ്ചി, പച്ചമുളക്, കുരുമുളക് പൊടി, ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ഇട്ട് നന്നായിട്ട് അതൊന്ന് തിളപ്പിക്കാം. ഇങ്ങനെ കുറച്ച് മേലെക്കൂടെയൊക്കെ ഒഴിച്ചു കൊടുക്കുക തേങ്ങാപ്പാൽ. എന്നിട്ട് അതവിടെ കിടന്ന് നന്നായിട്ട് തിളച്ച് വരും. അപ്പം നമുക്കത് കാണാലോ. അടിപൊളിയായിട്ടുണ്ടല്ലോ. അങ്ങനെ ഞങ്ങളുടെ ഫിഷ് നിർവാണ റെഡി ആയിരിക്കുന്നു. കണ്ടോ, ഇതുപോലെ ഉണ്ടാവും. അത് നമുക്ക് ചപ്പാത്തീൻ്റെ കൂടെയോ അപ്പത്തിൻ്റെ കൂടെ ചോറിന് കൂടെ കഴിക്കാം. എൻ്റെ ഹസ്ബൻഡിന് ചോറാണ് കൂടുതൽ ഇഷ്ടം. പിന്നെ ഒരു ഡിസ്ക്ലെയിമർ പറയട്ടെ, എൻ്റെ വീട്ടിൽ 2 തരത്തിലുള്ള ആൾക്കാരാണുള്ളത്. ഒന്ന്, ഞാൻ എങ്ങനത്തെ ഭക്ഷണം ഉണ്ടാക്കിയാലും എന്നെ സമാധാനിപ്പിക്കാൻ വേണ്ടി അടിപൊളിയാണെന്ന് പറയുന്ന എൻ്റെ ഭർത്താവും, പിന്നെ എത്ര നല്ലോണം ഉണ്ടാക്കിയാലും അതിൻ്റെ പ്രോപ്പറായിട്ട് റിസൾട്ട് പറയുന്ന ആളാണ് അനീഷ്, അതായത് എൻ്റെ ഹസ്ബൻഡ് അനിയൻ. ടേസ്റ്റ് ടെസ്റ്റ് നിങ്ങൾക്ക് ഇതിൽ കാണാൻ പറ്റും. എൻ്റെ മോൾ ടേസ്റ്റ് ചെയ്തു, ഹസ്ബൻഡ് അനിയനും. അപ്പം ഹസ്ബൻഡ് പറഞ്ഞു അടിപൊളിയാണ്, അനിയൻ പറഞ്ഞതും അടിപൊളിയാണ്. അപ്പം ഇതാണ് എൻ്റെ പെർഫെക്റ്റ് ഓക്കെ ഡിഷ്. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഞാനും കഴിച്ചു നോക്കി, നന്നായിരുന്നു. ബട്ട് അതിൽ കുറച്ച് സ്പൈസ് കുറവായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ കുരുമുളക് പൊടി കുറച്ച് അധികം ചേർത്ത് ഇനിയും ടേസ്റ്റ് ആയിരിക്കും. ഓക്കെ, ബൈ. ഒരു ഉമ്മ